ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നും ഒരു ആമസോൺ പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പർച്ചേസ് ചെയ്തത് അൺബോക്സ് ചെയ്യുന്നില്ല. നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസാണ്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസും എന്നാൽ ഇഷ്ടപ്പെടാത്ത ഐറ്റംസും ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഈ കണ്ടെയ്നേഴ്സാണ് നമ്മൾ ആദ്യം വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഷുഗർ കോഫി ടീ കണ്ടെയ്നേഴ്സാണ്. നിങ്ങൾ മിക്കവരും ഇത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്കിതിൽ ഒരെണ്ണം മാത്രം തീരെ വർക്കിംഗ് അല്ല. അതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഷുഗർ ഇട്ട് വയ്ക്കുമ്പോൾ ഉറുമ്പൊക്കെ കിടക്കുന്നുണ്ട്. ഒട്ടും ടൈറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാനതിലിപ്പോൾ ഒന്നും ഇട്ട് വെച്ചിട്ടില്ല. ചുമ്മാ ഭംഗിക്ക് വേണ്ടി അങ്ങനെ വച്ചേക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ അതിൽ കാണുന്ന ഈ ഒരു ട്രേ ഇതിൻ്റെ ഒപ്പം കിട്ടിയതല്ല കേട്ടോ. അത് നമ്മൾ വേറെ പർച്ചേസ് ചെയ്തതായിരുന്നു. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിന് മാത്രമേ ഒരു പ്രോബ്ലം ഉള്ളൂ കേട്ടോ. ബാക്കി രണ്ടതും ഓക്കെയാണ്. പക്ഷേ എനിക്കിതിനെ നല്ല ഭംഗിയിലേക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രം ഞാനത് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ കാണുന്നത് ഒരു ട്രേ ആണ് കേട്ടോ. ഇത് ബോക്സ് നമുക്ക് എപ്പോഴും മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ. ഇത് ഒനിയൻ, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കാം. അപ്പോൾ നമുക്കെല്ലാം വിസിബിളാണ്, പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. പിന്നെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ എയർ കിടക്കുന്ന തരത്തിലുള്ള ഒരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ അതിൽ ഉള്ളിയൊക്കെ ചീഞ്ഞ് പോകുന്ന ആ ഒരു പ്രോബ്ലംസ് ഇല്ല. പിന്നെ ഒരു സ്മെല്ലുണ്ടാവില്ല ചില കണ്ടെയ്നേഴ്സിൽ ഉള്ളിയൊക്കെ വയ്ക്കുമ്പോൾ. അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇതിനില്ല. പിന്നെ വേറൊരു പ്രത്യേകത എന്നുള്ളത്, നമ്മൾ എവിടെയാണോ നിന്ന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടേക്ക് നമുക്കത് വലിച്ചുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ. അതിന് 4 ചക്രം അടിഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. എന്ന് വെച്ച് ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ നല്ല മെറ്റീരിയലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് ഒരു അഴയാണ്. നമ്മുടെ ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, ക്ഷമിക്കണം കേട്ടോ. ഇത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ്. ഇത് ശരിക്കും മുകളിലേക്ക് ഒന്ന് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് താഴത്തേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈസിയാണ്. നമ്മുടെ അഴ ഇങ്ങനെ നമുക്കൊരു അധികപ്പറ്റായിട്ട് അങ്ങനെ കിടക്കുന്നതായിട്ട് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും നനഞ്ഞ തോർത്തുമുണ്ട്, അതുപോലെ എന്തെങ്കിലും ടവൽ പോലുള്ള ഐറ്റംസൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം ഉപകാരത്തിൽ വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മടക്കി വയ്ക്കാം എന്നുള്ളതാണ്, മടക്കി അവിടെ തന്നെ വയ്ക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. പിന്നെയുള്ളത് നമ്മൾ ഈ കാണുന്ന ഒരു സ്പ്രെയറാണ്. നമ്മുടെ റൂം ഫ്രഷ്നറാണ് കേട്ടോ. നല്ല ഐറ്റമാണ്. അത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ. ഞങ്ങൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം, എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നല്ല സ്മെല്ലാണതിൽ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിങ്ങനെ നല്ല എയർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്മെല്ല് നമ്മുടെ റൂമിലും ഹാളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ഐറ്റം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.